നമസ്കാരം. ഇന്ത്യയിൽ നിന്നും പണം തട്ടുന്ന ചൈനീസ് കമ്പനിക്കെതിരെ ശക്തമായ നടപടികളുമായി മോദി സർക്കാർ. അടുത്ത 3 മാസത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള 400 ചൈനീസ് കമ്പനികളെ വ്യവസ്ഥാപിതമായി നിരോധിക്കാനാണ് നീക്കം. ഈ കമ്പനികൾ ഇന്ത്യയിൽ അനധികൃതമായി പ്രവർത്തിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കുകയും ചെയ്തു എന്നാണ് ആരോപണം. രാജ്യത്തെ 17 സംസ്ഥാനങ്ങളിൽ ഇത്തരം കമ്പനികൾ ഓൺലൈൻ ലോണുകൾ, ജോബ് പോർട്ടലുകൾ, ചൈനയിലേക്ക് ഇന്ത്യൻ പണം അനധികൃതമായി അയക്കുക തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കമ്പനികളിലെ ഡയറക്ടർമാർ ഇന്ത്യക്കാരാണ് എങ്കിലും പണം നിക്ഷേപിച്ചിരിക്കുന്നത് ചൈനീസ് കമ്പനികളാണ്. ചില കമ്പനികളിൽ പണം വകമാറ്റുന്നുമുണ്ട്. മൊബൈൽ സ്ക്രീനുകളിലും ബാറ്ററികളും നിർമ്മിക്കുന്ന 40ഓളം ചൈനീസ് കമ്പനികൾക്കെതിരെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 600ഓളം ചൈനീസ് കമ്പനികൾ നിരീക്ഷണത്തിലുമാണ്. ഇതിൽ 300 മുതൽ 400 വരെ കമ്പനികളുടെ പ്രവർത്തനം സംശയാസ്പദമാണെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ലോൺ ആപ്പുകളും ഓൺലൈൻ ജോലികൾ വാഗ്ദാനം ചെയ്യുന്ന കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. ചില കമ്പനികൾക്ക് ഒരു ഇന്ത്യൻ ഡയറക്ടർ ഉണ്ട് എങ്കിലും ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ചൈനയിലാണ് ഉള്ളത്. ഇടപാടുകളൊന്നും ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഡിജിറ്റൽ വായ്പ നൽകുന്ന കമ്പനികൾ അതിവേഗം വളർന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. RBIയുടെ മാർഗനിർദ്ദേശങ്ങൾ അവർ പാലിക്കാറുമില്ല. ഇതുമൂലം നിരവധി ഉപഭോക്താക്കൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. 2020 മോദി സർക്കാർ ചൈനയ്ക്ക് ശക്തമായ തിരിച്ചടിയായി ടിക്ടോക്കും WeChatഉം ഉൾപ്പെടെ 59 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി.